ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പം മേയർ അല്ലെങ്കിലും കൗൺസിലർ സ്ഥാനത്ത് നിന്നെങ്കിലും രാജിവെക്കണം. കാരണം ഒന്ന്, ഖരമാലിന്യം നീക്കം ചെയ്യുന്ന കരാർ. രണ്ട്, ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഒരു മൾട്ടിയുമില്ല, ഒരു സിംഗിളും ഇല്ല. ഏതൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഒരൊറ്റ കാറിനെയെങ്കിലും അവിടെ കയറ്റി വെച്ചൂടെ? ഒന്നുമില്ല. എത്ര പൈസയാ അത് സാമൂഹ്യ നഷ്ടമാക്കി മാറ്റിയത്. മറ്റൊന്ന്, ഇവിടുത്തെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ്, അതോട് പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. കാരണം എന്താ? നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റായിട്ട് അത് മാറുമെന്നാണ് കരുതിയത്. അത് ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി ആരംഭിച്ചതാണ്. പക്ഷെ എന്താ ഇപ്പൊ നടക്കുന്നത്? അവിടത്തേക്ക് ആവശ്യമുള്ള ദ്രവമാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോഡാകെ വെട്ടിമുറിച്ചത്. അതൊക്കെ കൊണ്ടുപോകാനുള്ള സംവിധാനമല്ലേ? അവിടത്തേക്ക് അതുവഴി ഒഴുകുന്നുണ്ടോ? അത് കോർപ്പറേഷന്റെ ഭാരവാഹികൾ പറയട്ടെ. എന്നാൽ വെട്ടിപ്പൊളിച്ച റോഡ് പുനഃസ്ഥാപിച്ചോ? ഗതാഗത യോഗ്യമാക്കിയോ? നമ്മളെ ഈ ഓഫീസിന്റെ മുമ്പിലുള്ള അതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്ക്, അന്ന് വെട്ടിപ്പൊളിച്ചതല്ലേ. അപ്പോ കണ്ണൂർ കോർപ്പറേഷൻ അതിന്റെ UDF ഭരണം തികഞ്ഞ പരാജയം. അതെ, അതില് വിജിലൻസിന് ആദ്യം പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് നിയമപരമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും.